ഗുഡ് മോർണിംഗ്. EV വണ്ടിയിൽ റോഡ് ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഉള്ളത് കൊല്ലത്താണ്. നമ്മളൊരു സുഹൃത്തിൻ്റെ വീട്ടിലാണ്. ഇന്നലെ രാത്രി ഇവിടെ എത്തി സ്റ്റേ ചെയ്തു. നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു. ഇതാണ് ഒമാൻ ഹൈമേൽ ഒന്നിച്ചുണ്ടായിരുന്നതാണ്. അവിടുത്തെ ഒരുപാട് ഓർമ്മകളൊക്കെ ഇപ്പോൾ വരികയാണ്. ഫാമിലി അടക്കം ഒന്നിച്ചുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ സ്റ്റേ. ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് ഒന്നെങ്കിൽ വണ്ടിയിൽ കിടന്നുറങ്ങാന്നുള്ളതായിരുന്നു, അല്ലെങ്കിൽ നല്ലൊരു റൂം കിട്ടിയ റൂം എടുക്കാന്നുള്ളതായിരുന്നു അല്ലേ. പക്ഷേ അതിൻ്റെ ഇടയിൽ നമ്മുടെ ചങ്ങായി എന്തായാലും നിർബന്ധിച്ച് വരണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ നമുക്കിനി ഏതായാലും പോവാം. അതാണ് നമ്മളെ കൂട്ടുകാരൻ. 2 മാസം കൂടെ അടിപൊളി. നല്ല മാഷാ അല്ലാഹ് അടിപൊളി വീട് കണ്ടപ്പോൾ സന്തോഷമായി. നമ്മളെ ചങ്ങായി ഇത്രയും നല്ലൊരു വീട് വെക്കാൻ പറ്റിയത് അൽഹംദുലില്ലാഹ്. കുറച്ച് എനിക്ക് നമുക്കെല്ലാം ബർക്കത്ത് കേട്ടാണ്. എൻ്റെ പേരെന്താ? റാബിയ. റാബിയ എവിടെയാ പഠിക്കുന്നത്? ഇർഷാദിയ. എത്രാം ക്ലാസ്സിലാ? 2-ലെത്തിയോ? ഞാൻ വിചാരിച്ചു 1-ലാണ്. 2-ലായി. ഇന്ന് സ്കൂളിൽ ഉണ്ട്. ഇന്ന് എന്ത് ലീവാക്കി? ഏകദേശം നമ്മളെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും. ഞാനിങ്ങനെ ഓർത്തു സ്കൂളിൽ പോയിട്ടുണ്ടാവോ, കാണാൻ പറ്റൂലേ? നമ്മളൊരു ഫാമിലി ട്രിപ്പിന് പോവാണ്. കാസർഗോഡ് തിരിച്ചിട്ട് കാണാൻ പറ്റുമല്ലേ? അപ്പോൾ നമുക്കിനി ഇവിടെ ഇരുന്നിട്ട് വീഡിയോ കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കാം. അതിൽ ആവേശം കൊണ്ടങ്ങനെ പറയും, പിന്നെ കാണുമ്പോൾ അല്ല മനസ്സിലാവും. നമുക്ക് ലവ് ബേർഡ്സിനെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട്. ലവ് ബേർഡ്സിലും കണ്ട 9:30. കുറച്ച് നല്ല വെയിലാ. ലവ് ബേർഡ്സ് എത്ര എണ്ണ ഉള്ളത്? അങ്ങനെ ഒരെണ്ണം പറന്നുപോയി. വെള്ളക്കിളിയില്ലേ, അതേപോലത്തെ ആയിരുന്നു. അതൊക്കെ പോയി. എങ്ങനെയാണെന്നറിയത്തില്ല. കണ്ടില്ല. പറന്നുപോയോ? ഞാൻ കണ്ടില്ല ഇതെങ്ങനെ പോയെന്നു. ഞാൻ പിറ്റേ ദിവസം എഴുന്നേറ്റ് നോക്കിയപ്പോൾ അതിന് കാണാം. അപ്പൊ നിനക്ക് എങ്ങനെ മനസ്സിലായി അതിന്ന് ഒരെണ്ണം കാണാതായി? എല്ലാം ജോഡികളാ? അങ്ങനല്ല, ആ വെള്ളക്കിളിയെ പോലത്തെ ഉള്ളത്. അതിന് വേറൊരു കളറാ, ബ്രൗൺ പോലത്തെയാ. ഇതിൽ മൊത്തം 2, 4, 6, 8, 10 ഉണ്ടല്ലോ അല്ലേ? കൂടുതലുണ്ട് കേട്ടോ. ഇതിന് പുറത്ത് വിടൂല? പുറത്ത് വിട്ടാ പറഞ്ഞു പിന്നെ വരൂല. ഓക്കെ, നമുക്ക് വീടെല്ലാം ഒന്ന് കാണിച്ചോണ്ടാ. ഇത് കിണറല്ലേ? അത് കിണർ. ഇതിനകത്തൊരു കാര്യം പിടിക്കും. ഇതിനകത്തിൽ ഇങ്ങനത്തെയൊക്കെ പിടിക്കും. ചെറിയ ഇതൊക്കെ പിടിക്കുന്ന. ഇതെന്താ? ചെറിയ ആപ്പിൾ എന്ന് പറയും ഇതിന്. ചെറിയ ആപ്പിൾ അല്ലേ? നീ കഴിക്കുവോ? അത് പിടിച്ച് നല്ല പഴുക്കണം, അല്ലെങ്കിൽ പുളിയാ. അതെന്താ? ഓറഞ്ച്. ഓറഞ്ച് കഴിച്ചോ? എപ്പോഴെങ്കിലും എടുത്ത് കഴിച്ചോ? ഓറഞ്ചാ. പിന്നെ പിടിക്കുവോ അതിന്? നമുക്ക് വീടെല്ലാം ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട. വേക്ക് കൂടി പോയാൽ എന്താ ഉള്ളത്? ചെടികളുണ്ടോ? അവിടെ അങ്ങനൊന്നുമില്ല. ചെടി, പ്ലാവ് അങ്ങനെ. ചക്ക ഉണ്ടല്ലോ അല്ലേ? അത് പിടിക്കും, കിട്ടും, കിട്ടിയിട്ടുണ്ട്.
നല്ല മധുരം ഇത് താഴെ പോയല്ലോ. അത് അതങ്ങനെ കാണത്തില്ല, അല്ല അടന്ന് വീഴും. എന്നാലും അത് പഴുകത്തില്ല. ഇത് ഇവിടെ പിടിച്ച് ഇത് പിടിച്ചടക്കുക. ഓ ശരി. ഇത് എത്ര നല്ല വലിപ്പം വെച്ചാല് പറിക്കുള്ളൂ? ഇപ്പുറത്തെ മറ്റിലെ ഉണങ്ങിയ ചെടി കണ്ടില്ലേ, അത് പുലാസൻ. നല്ല അടിപൊളി മനോഹരമായ വീട്. സന്തോഷം കാണുമ്പോൾ തന്നെ. ഗൈസ്, അപ്പോൾ നമ്മൾ ഇവരോടൊക്കെ യാത്ര പറഞ്ഞ് ഇനി തിരുവനന്തപുരം ലക്ഷ്യമാക്കി പോവാണ്. നമുക്ക് നല്ല വിരുന്നൊരുക്കി തന്ന ഷഫീഖ് അണ്ണൻ്റെ വൈഫ് ജാസ്മിൻ മാഡത്തിന് ഒരുപാട് താങ്ക് യു. ഓക്കെ, അങ്ങനെ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഒഫീഷ്യലായി പോകും, അതുകൊണ്ട് സിമ്പിളായിട്ട് പോകും. ഏതായാലും നല്ല അടിപൊളി വിരുന്ന് കേട്ടാ. താങ്ക് യു. അപ്പോൾ പോട്ടെ, പോര് നമ്മളൊന്നിച്ച് പോവാം. പോയിട്ട് വരാം, ഭീമാപ്പള്ളിക്ക് പോയിട്ട് വരാം. മൈക്ക് അവിടെ നമ്മളൊന്നിച്ച് കൂടി. ഇതിലൊക്കെ പറയുന്നത് ഇങ്ങനെ പിടിക്കാതില്ലേ. ഞങ്ങൾ ഇറങ്ങട്ടെ, ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യ്. അങ്ങനെ നമ്മൾ ഇവരോട് യാത്ര പറഞ്ഞ് പോവാണ്. നമ്മളെ വണ്ടിയിൽ ഇപ്പോൾ ചാർജ് ഉള്ളത് 42%. 132 കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നുണ്ടെങ്കിൽ അത്രയൊന്നും കിട്ടൂല. അപ്പോൾ അതിന് പോകുന്ന വഴിക്ക് ചാർജ് ചെയ്യണം. ലൊക്കേഷനും പ്ലാനിങ് ഒന്നുമില്ല, അടിച്ചു വിടുക എന്നല്ലേ, ഭീമാപ്പള്ളി അടിച്ചു വിടുക അല്ലേ. ഹൈ സീരി, navigate me to ഭീമാപ്പള്ളി. Getting directions to Bhimapalli using Google Maps. നമ്മൾ ഇന്നലെ താമസിച്ച സ്ഥലത്തിൻ്റെ പേരാണ് ഇത്, ചന്ദനത്തോപ്പ്. അപ്പോൾ ഇവിടുന്ന് നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ സ്റ്റേ? ഒന്നും പറയാനില്ല, നല്ല ഒരു ആൾക്കാരും നല്ലത്, സഹകരണം നല്ലത്, നല്ല ഒരു യാത്രയായിരുന്നു. ഇന്നലെ നീ ആദ്യം എനിക്ക് ഫസ്റ്റ് ഞാൻ ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറയുമ്പോൾ എന്താ നീ പറഞ്ഞു? ആദ്യം മടി ഉണ്ടായിരുന്നു, ആദ്യമായിട്ട് കാണുന്ന ആ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് അല്ലേ, പക്ഷെ ഇത് പോയിട്ടാകുമ്പോൾ നല്ല മിങ്കിളായി, നല്ല സംസാരിച്ചു, നല്ല ഇതായി, നല്ല ഹാപ്പി ആയല്ലേ? നല്ല ഹാപ്പി. പിന്നെ ഒന്നാമത് ഇത് നമ്മൾ ലേറ്റ് ആയിട്ട് എത്തും എന്നുള്ളതും, പിന്നെ ഓർക്ക് കുറവ് അതും മെയിൻ ഇതായി. ഫുഡ് കഴിക്കാതെ വരാനാ പറഞ്ഞു. ഫുഡ് കഴിച്ചിട്ട് വരാന്ന് പറഞ്ഞു. രാവിലെ തന്നെ നമ്മ കഴിക്കോളം അവർ വെയിറ്റ് ചെയ്ത്, അവർ കഴിച്ചിട്ടുമില്ല. അൽഹംദുലില്ലാ നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു. അതിന് നമുക്ക് നേരെ ഭീമാപ്പള്ളിയിൽ തിരികണം. അതിന് മുമ്പ് ഒരു മക്കാമ് പറഞ്ഞിട്ടില്ല ഇവിടെ, കടുവാപ്പള്ളി അല്ലേ? ഇവിടെ റെയിൽവേ ഗേറ്റ് ഉണ്ട്. ഇതേത് പാത? റെയിൽവേ പാത, കിത്തുക സ്റ്റോപ്പ്, നിത്തുക. നീ ഇവിടെ കണ്ട ചന്ദനത്തോപ്പ് എന്നിട്ട് റെയിൽവേ സ്റ്റേഷൻ. ചന്ദനത്തോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. അത് ഈ ചന്ദനത്തോപ്പ് തന്നെയാ ഒക്കെ ആയിരിക്കും. നമ്മുടെ ഈ കൊട്ടിയം റോഡുണ്ടല്ലോ, ഇപ്പൊ നമ്മൾ നേരെ ഈ റോഡ് കയറിയാൽ, ഇപ്പൊ ഈ റോഡ് നേരെ കയറി കഴിഞ്ഞാൽ ഒരു 4 ജംഗ്ഷൻ ചെല്ലും. ഓക്കെ, അവിടുന്ന് അവിടെ ചെന്നിട്ട് ചോദിച്ചാൽ മതി, തിരുവനന്തപുരം ചോദിച്ചാൽ മതി. ഓക്കെ ശരി. വണ്ടിയിൽ സ്റ്റിക്കർ ആക്കണം. സ്റ്റിക്കർ ആക്കണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ആൾക്കാരോട് വഴി ചോദിക്കുമ്പോൾ ഓർ വിചാരിക്കുന്നത് എന്താ, നമ്മൾ ഇവിടുത്തെ തന്നെ ആളെന്നാ. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞുതരും ഇവിടുന്ന് കൊട്ടിയൂർ പോയിട്ട് അങ്ങനെ. പക്ഷെ നമ്മൾ ഇവിടുത്തെ ആളല്ല എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് വണ്ടി നമ്പർ എല്ലാവരും പെട്ടെന്ന് ശ്രദ്ധിക്കുമല്ലോ. നമ്പർ ശ്രദ്ധിച്ചാൽ KL14 കാണുമ്പോൾ മനസ്സിലാക്കുന്നവർക്ക് അറിയാം. പക്ഷെ അങ്ങനെ സ്റ്റിക്കർ ആക്കിയാൽ പെട്ടെന്ന് ആൾക്കാർക്ക് സ്ട്രൈക്ക് ആവും. നമ്മളെന്തായാലും ഒരു ട്രിപ്പിലല്ലേ, പറ്റുകയാണെങ്കിൽ ഒരു സ്റ്റിക്കർ ആക്കണം. കേരള ട്രിപ്പ് ഇപ്പോൾ പറഞ്ഞത് കൊട്ടിയം, നെക്സ്റ്റ് കൊട്ടിയം എത്തും ജംഗ്ഷന്. അവിടുന്ന് തിരുവനന്തപുരം ചോദിച്ചാൽ മതി. അജു അങ്ങനെ പറഞ്ഞുകൊണ്ട് ആലപ്പുഴയില് പോന്നിട്ട് നേരെ അങ്ങോട്ട് പോണെന്ന് പറഞ്ഞോണ്ട് ഞാൻ ഇന്നും ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ അജു സ്പെഷ്യൽ താങ്ക്സ്. യെസ്, ഈ യാത്രക്ക് നമ്മ എക്സ്പീരിയൻസ് ഉള്ള ആളോട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. കൊട്ടിയം പോയിട്ട് കൊട്ടിയം ജംഗ്ഷനിൽ പോകാനല്ലോ പറഞ്ഞത്? ഇല്ല, ഞാൻ ആലപ്പുഴ നിന്ന് എന്നിട്ട് എത്ര വരാനുണ്ട് ഇങ്ങോട്ടേക്ക് അറിഞ്ഞിട്ടേ ഇല്ല അല്ലേ. നമ്മൾ സ്റ്റേ ആക്കാൻ നിർത്തുന്ന ഏകദേശം 8 മണിക്ക് സ്റ്റേ ആക്കാൻ നിർത്തുന്ന ഒറ്റ ചോട്ടി വിടൽ വിട്ട്
അതെല്ലാം നമ്മൾ ഇന്നലത്തെ ബ്ലോഗ് അല്ല ഞമ്മ ഇത് മറ്റേ ഇപ്പൊ ഞമ്മ എത്ര മണിയാള് ഇത്ര ഇതാക്കുന്നുണ്ട് ഡ്രൈവ് ആക്കും പിന്നെ എന്ത് ആ സമയം കൊണ്ട് മനസ്സിലായിട്ട് തിരുവനന്തപുരം ഭീമാപള്ളി തിരുവനന്തപുരം പോരാ ബസ് കിടക്കുന്നുണ്ടോ? അവിടുന്ന് നേരെ വിളിച്ച ഹൈവേ കൊട്ടിയം അവിടുന്ന് ചോദിച്ച് പോവാം ഗൈസ്. ചോദിച്ചു പോകാം. മാപ്പ് മാത്രം ഇട്ട് പോയി കഴിഞ്ഞാൽ പണിയാ. കാരണം മാപ്പിൽ കാണിക്കുന്നത് റേറ്റാ. നമ്മൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ പണി പാടും. അതുകൊണ്ട് നമുക്ക് സ്ട്രൈറ്റ് പോയി ഹൈവേ പിടിച്ച് പോകാം. നേരെ പോകാനല്ലോ പറഞ്ഞത്? നേരെ പോകാനാണ് പറഞ്ഞത്. ബസ് ഇവര് നേരെ ഉദ്ദേശിച്ചത് ഏത് നേരം? ആടുന്ന നേരം നോക്കുമ്പോ അങ്ങോട്ട് ഈ നേരം തോന്നുന്നു. നേരെ പോവാൻ പറയുന്ന തന്നെ പറഞ്ഞു. നേരെ എവിടെന്ന് വെച്ചാല് കണ്ണനല്ലൂർ നേരെ പോകാനാ പറഞ്ഞത്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എവിടെ സിഗ്നലൊന്നും കാണുന്നില്ല. നേരെ പോകാനാ പറഞ്ഞത്. വീടിന്ന് ചോദിക്കാം. എന്താണ് മുട്ടന്റെ മനസ്സിലല്ലോ? നാടുമുട്ട കോഴി മറ്റേ മുട്ടി. ട്രിവാൻഡ്രം ഭീമാപള്ളി. അതാ അവിടുന്ന് നേരെ ചെല്ലുമ്പോ ലെഫ്റ്റ്. പമ്പിൽ തിരിഞ്ഞു വന്നിട്ടേ അവിടെ 2 റോഡ് വരും, ഡീവിയേഷൻ ഉണ്ട്. നേരെ കാണുന്ന റോഡിലേക്ക് പോയാൽ അപ്പോ നമ്മൾ ചോദിച്ചോണ്ട് അത് തന്നെയാണ് ഗൂഗിൾ മാപ്പ് കാണിച്ചത് തന്നെയാണ് ലൊക്കേഷൻ. ഗൂഗിൾ മാപ്പിനെ വിശ്വസിക്കാതിരുന്നിട്ടും കാര്യമൊന്നുമില്ല. ഓഹോ, വന്നത് ഗുണമായി. ഇവിടെ ചാർജർ ഉണ്ട്. ഇവിടുന്ന് ചാർജ് ചെയ്യാം. അപ്പൊ സെറ്റ്. പഠിച്ചവന് ഓരോന്ന് തെറ്റിക്കുന്നത് ഞമ്മക്ക് വിചാരിക്കും അത് മോശമാണെന്ന്. പക്ഷെ എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ ഇതാണ് ബെല്ലോ. ചാർജിങ് ലൊക്കേഷൻ കിട്ടിയിരിക്കുന്നു. ഇത് വർക്കിംഗ് ഉണ്ടായാൽ മതിയായിരുന്നു. നല്ല കാണുമ്പോ ഒരു ഉണ്ടല്ലേ, ലൈറ്റ് എത്തിയിട്ടുണ്ട് ഉണ്ടെന്നാണ് ആള് പറഞ്ഞത്. കറക്റ്റ് അല്ലേ? കുറ്റപ്പാലം ചിപ്സ്, ഭയങ്കര ചിപ്സ് അല്ലോ. കുറച്ചും കൂടി അടുപ്പിച്ച് വെക്കാം. ഇവിടെ ഫ്രണ്ട് വേണ്ട ഏറെ. ഓക്കെ ശരി. വളരെ നല്ല സ്വഭാവം ആൾക്കാരെല്ലാം. എൻ്റെ ഫോൺ ആൾക്കാർ ഭയങ്കര സ്വഭാവം. അതെ നല്ല സ്ഫുടമായി സംസാരിക്കുന്നു. നമ്മളെപ്പോലെ ഈ നമ്മൾ കിടക്കിടക്ക് ക്ലിയർ ഇല്ലാതെ സംസാരിക്കും. ഇവർ വളരെ സ്പഷ്ടമായി വ്യക്തമായി സംസാരിക്കുന്നു. കാറ്റിന്റെ പ്രഷർ എത്രയും അയാൾക്കെന്നെ കാണാണ്ട് അറിയും. അയാള് 36ആണല്ലേ? അതെ. നമുക്കിപ്പോൾ ഇന്ത്യൻ ഓയിലിൻ്റെ തന്നെ കിട്ടുകയും ചെയ്തു. ഇന്ത്യൻ ഓയിലിൻ്റെയിലാണ് ബാലൻസ് ഉണ്ട്. ഒരു യൂണിറ്റ് 14 രൂപയേ ഉള്ളൂ. ചാർജ് ആയാൽ മതിയായിരുന്നു. ഗൈസ്, ചെറിയൊരു പറ്റിയ പോലെ ഉണ്ട്. ഇവിടെ ചാർജിങ് ആവാൻ ചെറിയൊരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. ഗൈസ്, കൊല്ലക്കാർക്ക് ഇത്ര നല്ല മനുഷ്യന്മാരായിരുന്നല്ലേ. ഇതിൽ ഐഫോണിന് ചില സമയത്തൊരു പ്രശ്നമുണ്ട്. ഈ ആപ്പ് വർക്കാകുന്നില്ല. അങ്ങനെ അയാളെ ഫോൺ വന്നിട്ട് ഇതിൽ വെച്ച് നോക്കിയോ, എൻ്റെ അടുത്ത് വേറെ ഫോണില്ലാന്നപ്പോൾ അത് ചെയ്തിട്ട് ചാർജായി തന്നാൽ ആദ്യം വന്നിട്ട്. അത് റീചാർജ് ചെയ്യാനാണെങ്കിൽ പിന്നെ പല ആപ്പിലും ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ അതിൽ കുറേ ബാലൻസ് വെച്ചിട്ടില്ല. ഇന്നലെ പേർക്ക് പോകുന്നുണ്ട്, കുറേ ലേറ്റ് ആവും. അതെ, ഇത് ഐഫോണിൻ്റെ പ്രശ്നമായിരുന്നു. അപ്പോൾ നമുക്കൊരു ആൻഡ്രോയിഡ് ഫോണും കൂടി കരുതേണ്ടി വരും. രണ്ടും എൻ്റെ ഐഫോണും എൻ്റെ ഐഫോണ്. കമ്പനി ഫോൺ അവിടെ കമ്പനിയിലല്ലേ ഉള്ളത്. ഇപ്പൊ ഈ ചാർജ് കുത്താനായിട്ട് ആ ഫോൺ കരുതേണ്ടി വരുമല്ലോ. വല്ലാത്തൊരു അവസ്ഥല്ലോ. എപ്പോഴെങ്കിലും വരുന്ന പ്രശ്നമാണ്. പക്ഷെ ആ സമയത്ത് ഫോണില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതിപ്പോൾ ചാർജ് ആകുന്നുണ്ട്. ചാർജ് ആയിട്ടല്ല. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം കണ്ണനല്ലൂരിലാണ്. ഇവിടെ ഇന്ത്യൻ ഓയിലിൻ്റെ ചാർജിങ് സ്റ്റേഷനിലാണ്. അപ്പോൾ നമ്മൾ 10:30 ഇവിടെ എത്തി. ഇപ്പോൾ 11:30. 38% ചാർജ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഒരു മണിക്കൂറിനുള്ളിൽ ഫുൾ ചാർജ് 100% വരും. നമുക്ക് ഈ ഒരു ചാർജ് കൊണ്ട് 250 കിലോമീറ്റർ വരെ യാത്ര ചെയ്യാം. ചാർജ് ഇത് മൂപ്പരാണ് നമ്മളെ ഗൈഡ് ചെയ്തത്. ഇടയ്ക്കൊരു പ്രശ്നം പറ്റി. നമ്മൾ ഐഫോണിൽ ഈ ഒരു ആപ്പ് ചില സമയത്ത് ബഗ്സ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ മൂപ്പര ഫോണ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചാർജിങ് ഇനീഷ്യേറ്റീവ് എടുത്തത്. നിങ്ങളുടെ പേര്? അനിൽ. ഇവിടെ അടുത്ത് തന്നെയാണ്, കണ്ണനല്ലൂർ. ഓക്കെ.
താങ്ക് യു. നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ EV കാറിൽ യാത്ര ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതുവഴി വന്നതാണ്. അപ്പോൾ നിങ്ങളെ സഹകരണം വളരെ ഹെൽപ്ഫുള്ളായി. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ കാണാം. നമുക്കിനി നേരെ ഭീമാപ്പള്ളിയിലേക്ക് പോവാം. നമസ്കാരം സാറേ. എൻ്റെ വണ്ടീൻ്റെ RC ആയിട്ടില്ല, വെരിഫിക്കേഷനും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അപ്രൂവൽ ആയിട്ടില്ല. വണ്ടി എൻട്രി ഇൻസ്പെക്ഷനൊക്കെ കഴിഞ്ഞതാണ്. പുതിയ വണ്ടിയാണോ? പുതിയ വണ്ടിയാണ്. വണ്ടി നമ്പർ KL 14AJ. അത് ഇവിടെ കൊടുത്തിട്ടില്ല. 3 ദിവസമായിട്ട് വിളിച്ചോണ്ടിരിക്കണതല്ലേ മറ്റേ കർണാടക. അത് ഇൻസ്പെക്ടിംഗ് ഓഫീസർ സെക്ഷനിൽ കൊടുത്തിട്ടില്ല കേട്ടോ. ഞാനത് ഇന്നലെ തൊട്ട് അയാളുടെ പുറകെ നടക്കുന്നുണ്ട്. ആക്ച്വലി ഞാൻ നിങ്ങളുടെ വണ്ടി നോക്കിയ ആൾ ഇവിടെ ഇല്ല. അയാൾ പനിയായിട്ട് ഇതുവരെ വന്നിട്ടില്ല. സെക്ഷനിൽ കൊടുത്താൽ ചെയ്യാമായിരുന്നു. സെക്ഷനിൽ നിന്ന് എന്നോട് പറഞ്ഞു അത് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അതെ സാർ, ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കും. ഞാനിപ്പോ തിരുവനന്തപുരത്താണ്. അല്ല, എനിക്ക് ഓർമ്മ വന്ന അതാണ്. എനിക്കൊരു മാർഗമില്ല. ആ ഓഫീസറെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് വല്ല മാർഗം ഉണ്ടെങ്കിൽ അയാൾ ഇവിടെ ഇല്ല. അയാൾ സെക്ഷനിൽ കൊടുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ല. 9-ാം തീയതി ഞാൻ ചെയ്യുന്ന ആളോട് പറഞ്ഞു ഇങ്ങനെ കുറച്ചായി 9-ാം തീയതി മറ്റേ വണ്ടി നോക്കിയിട്ടുള്ളതാണ്. ഞാൻ അങ്ങനെയാണെങ്കിൽ സാറ് അങ്ങനെയാണെങ്കിൽ ഞാൻ ഗ്രീവൻസിൽ ഇത് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യട്ടെ. എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. കാരണം എനിക്ക് ഫാസ്ടാഗ് 1 ഇയർ. അല്ലാതെ മാർഗമില്ല. നിങ്ങൾ ചെയ്യുക കേട്ടോ. ഓക്കെ സാർ. ഓക്കെ ശരി സാർ, താങ്ക് യു. അതിന്റെ ആപ്ലിക്കേഷൻ നമ്പർ അതിന്റെ ഡീറ്റെയിൽസ് ഇതിലേക്ക് ഒന്ന് സെൻഡ് ചെയ്യുക. വാട്സപ്പ് ചെയ്യേണ്ടതാണോ? വാട്സപ്പ് വെച്ച്. ഓക്കെ സാർ, ഓക്കെ, ഞാൻ ഇപ്പോൾ അയച്ചാൽ. വന്നിട്ട് കാസർഗോഡ് RTO ആണ്. ഓക്കെ സാർ, ഞാനിപ്പോൾ അയക്കാം. നമ്മളിപ്പോൾ കടുവാപ്പള്ളിക്ക് പോകുന്ന വഴിയാണ്. ഇനിയിപ്പോൾ 9.7 കിലോമീറ്ററാണ് അവിടെ എത്താനുള്ളത്. 12:15 നമ്മളവിടെ എത്തും. നമുക്കുള്ളൊരു വിഷയം എന്ന് വെച്ചാൽ ഹൈവേയിൽ ടോള് കൊടുക്കാൻ വേണ്ടി QR കോഡ് വഴി തന്നെ പേ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഫാസ്ടാഗ് ആയിട്ടില്ല. അതെന്തുകൊണ്ടാണ് അറിയോ? എന്തുകൊണ്ടാ? RC ആയിട്ടില്ല. RC ആവാത്തത് കാരണം നമ്മൾ ഈ വണ്ടി എടുത്തത് മംഗലാപുരത്തു നിന്നാണ്. അപ്പോൾ നമ്മൾ കേരളത്തിൽ വന്നിട്ട് ടാക്സ് അടിച്ച് ഞാൻ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, RTOയിൽ വണ്ടി കാണിച്ച് പേപ്പറെല്ലാം കൊടുത്തു. ഇപ്പോൾ ഏകദേശം അത് കഴിഞ്ഞിട്ട് ഒരാഴ്ചയിൽ കൂടുതലായി, കുറേ ദിവസമായി. അപ്പോൾ ഫാൻസി നമ്പർ ബുക്ക് ചെയ്ത് നമ്പർ അലോട്ടായി. ഇതുവരെ RC ഇഷ്യൂ ആയിട്ടില്ല. അപ്പോൾ ഞാൻ RTOയിലേക്ക് കഴിഞ്ഞ 3 ദിവസമായി വിളിച്ചുകൊണ്ടിരുന്നു. 3 ദിവസത്തിൽ കൂടുതലായി. അപ്പോൾ അവർ പറയുന്നത് നമ്മളെ വെരിഫൈ ചെയ്യേണ്ട ആളുണ്ടല്ലോ, ഈ ഡോക്യുമെൻ്റ് കൊടുത്ത് വെരിഫൈ ചെയ്യേണ്ട ആള് പനി പിടിച്ച് കിടക്കുകയാണെന്നാണ് പറഞ്ഞത്. ഞാനെന്ത് ചെയ്യലിപ്പോൾ? ആൾ പനി പിടിച്ചുകൊണ്ട് നമുക്ക് ആവുന്നില്ല. അപ്പോൾ ബദലായിട്ട് ആരെങ്കിലും ഏൽപ്പിച്ച് അവർ ചെയ്യിക്കണം എന്നുള്ള പ്രകാരം ഗ്രീവൻസിൽ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അവർ ഡീറ്റെയിൽസ് ആക്കാൻ പറഞ്ഞിട്ട് ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് പ്രതീക്ഷിക്കുന്നു? ഇന്ന് RC ഇഷ്യൂ ആയി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം കേരള ഗവൺമെൻറ് പല കാര്യത്തിലും വളരെ മുമ്പന്തിയിലാണ്. മനസ്സിലായോ? അപ്പോൾ ചിലപ്പോൾ ചെറിയ ആ ഒരു ഉദ്യോഗസ്ഥന് പനിയായി കിടപ്പിലായതുകൊണ്ടായിരിക്കാം. അപ്പോൾ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ നമുക്കിത് സ്പീഡപ്പ് ആക്കി തരും. അങ്ങനെ സ്പീഡപ്പ് ആക്കിയാൽ നമുക്ക് ഇന്ന് ഫാസ്ടാഗ് എടുക്കാം. ഫാസ്ടാഗ് എടുത്താൽ എന്ത് വേണം? ഫാസ്ടാഗ് എടുത്തെങ്കിൽ ഇപ്പം നമ്മൾ പോകുമ്പോഴും അത് ഓട്ടോമാറ്റിക് ഇതാവും. പൈസ അതിൽ കുറച്ചിട്ടെങ്കിൽ ഓട്ടോമാറ്റിക് നമ്മളൊക്കെ ആ സമയം കൂടി ലാഭമാവും. അത് കൂടാണ്ട് വേറെ ഞമ്മക്കൊരു ഗുണമുണ്ട്. എന്തറിയോ? എന്ത്? ഒരു കൊല്ലത്തേക്ക് 3000 രൂപ അടച്ചാൽ 200 ടോൾ പ്ലാസ കവർ ചെയ്യാം. ഇപ്പൊ ഞമ്മ വരുമ്പോ എത്ര ടോൾ പ്ലാസ കവർ ചെയ്തത്? ഞമ്മ 5ഓളം കവർ ചെയ്ത്. അപ്പൊ എത്ര ലാഭം അല്ലേ? 5 കവർ ചെയ്യുമ്പോ എത്ര പൈസ ആയിന്നറിയോ? 600 രൂപന്റെ മുകളിലായി. 800 രൂപന്റെ മുകളിലായി. അപ്പോൾ ഒരു ടോളിൽ തന്നെ 100 രൂപന്റെ മുകളിലായി ആവറേജ്. ഇത് ചെയ്താൽ 15 രൂപ വെച്ചിട്ടേ വരുള്ളൂ. അപ്പോൾ നമ്മളെപ്പോലത്തെ ലോങ് പോകുന്ന ആൾക്കാർക്ക് എപ്പോഴും 1 ഇയർ ഫാസ്ടാഗ് എടുക്കുന്നതാണ് ലാഭം. അപ്പോൾ അത് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ RC ആണ് നോക്ക് ഇന്നാന്ന് വിചാരിക്കുന്നല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഭീമാപ്പള്ളിയിലേക്ക് അല്ല, ഇപ്പോൾ കടുവാപ്പള്ളി പോയിട്ട് അവിടുന്ന് ജുമാ കൂടിയിട്ട് ഭീമാപ്പള്ളി പോവാം. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ പിന്നെ കുറേ റിസ്ക് എടുക്കാൻ കഴിയാം. 12:15 കടുവാപ്പള്ളി എത്തുമെന്ന് കാണുന്നുണ്ട്.